പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ ഇത് അറിയുന്നുവല്ലോ. ഓരോരുത്തർ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഓരോരുത്തർ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് വേഗതയുള്ളവരും, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിച്ച് പറയുവാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് കാര്യങ്ങൾ പറയുന്നവനും, അതേസമയം ദേഷ്യപ്പെടാൻ വളരെയധികം താമസമുള്ളവരുമായി ഇരിക്കട്ടെ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കോപിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്. അതുപോലെ തന്നെ കർത്താവ് വചനം നമ്മളെ പഠിപ്പിക്കുന്നു, സൗമ്യശീലൻ ഭൂമി നേടും. സൗമ്യശീലൻ ഭൂമി നേടുമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് സ്ഥലവും അതൊന്നുമല്ല, മനുഷ്യരുടെ പ്രീതി നേടും. സൗമ്യശീലൻ മനുഷ്യരുടെ പ്രീതി നേടും. ഈ കോപം വരുന്നത് പലവിധ ടെൻഷൻ കൊണ്ടാണ്. നമ്മളിങ്ങനെ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചെറിയൊരു തീപ്പൊരി, ഒരു ട്രിഗർ, അല്ലെങ്കിൽ ഒരു തോട്ടി, സാത്താൻ്റെ തോട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമ്മൾ പലപ്പോഴും ക്ഷീണിതരും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കോപാകുലരാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ സ്വന്തം സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവന് പോലും അവന് ന്യായബുദ്ധി ഉണ്ടാകും, അവന് ശിക്ഷയുണ്ടാകും. കാരണം നമ്മുടെ സഹോദരനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മറ്റു മനുഷ്യരും ദൈവപുത്രന്മാരും പുത്രിമാരുമൊക്കെയാണ്. അവരോട് കോപിക്കാൻ, അവരോട് തട്ടിക്കയറാൻ, അവരെ ഭോഷ എന്ന് വിളിക്കാൻ എന്ത് അധികാരമാണ് നമുക്ക് ഉള്ളത്? നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഈ കോപത്തിൻ്റെ അടിസ്ഥാന കാരണം അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥതയുടെ കാരണം, ഈ അസ്വസ്ഥനാകുന്ന വ്യക്തി ദൈവകൃപയിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാവുകയും പെട്ടെന്ന് കോപാകുലരാവുകയും ചെയ്യും. മനുഷ്യർക്കെല്ലാം ഈ അവസ്ഥയുണ്ട്. അതിൽ നിന്ന് അതീതനൊന്നുമല്ല. പലപ്പോഴും ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും
ഇത് പെട്ടെന്ന് നമ്മളറിയാതെ തന്നെ കോപാകുലനൊക്കെ ആകും. അതുപോലെ തന്നെ പാപാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ കോപാകുലനാകാറുണ്ട്. മൂലകാരണം ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്, ദൈവകൃപയിൽ നിന്ന് അകലെയാണ്. പാപം ചെയ്ത് ഞാൻ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കോപം വരുന്നത്. വീണ്ടും വചനം നമ്മളോട് പറയുന്നു, ഇനി കോപിച്ചാൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രമ്യതപ്പെടുക, അത് വെച്ച് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആദ്യം പോയി അവനുമായി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് വിശുദ്ധ ബലി അർപ്പണം തുടരുക, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എന്നും നമ്മളെ വചനം പഠിപ്പിക്കുന്നു. ഈ കോപം എപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, അതൊന്ന്. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കോപാകുലരാകുന്നത്. മനുഷ്യരാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കോപാകുലരാകുകയാണെങ്കിൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുമായി രമ്യതപ്പെടുക. മറ്റുള്ളവരുമായി എപ്പോഴും കലഹിച്ചു നടക്കുന്നവന് ദൈവത്തിൻ്റെ മുമ്പിൽ സ്ഥാനമില്ല. സൗമ്യശീലർ ഭൂമി കരസ്ഥമാക്കും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, കലഹപ്രിയർ അങ്ങയിലേക്ക് തിരിയട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അങ്ങയുടെ യഥാർത്ഥ സന്തോഷവും സമാധാനവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ അനുഭവിക്കട്ടെ. അപ്രകാരം ഞങ്ങളെല്ലാവരും സൗമ്യശീലരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.